റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് രാജീവര്. ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുന്നത്. താൻ ദൈവതുല്യനൊന്നുമല്ല, വെറും ഒരു തന്ത്രിയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അറിയില്ലെന്നും തന്ത്രി പറഞ്ഞു. വീഴ്ച ദേവസ്വം ബോർഡിന് ബാധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ദൈവതുല്യനൊന്നും അല്ല, ഞാൻ വെറും ഒരു തന്ത്രിയാണ്. എല്ലാ തന്ത്രിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുന്നത്. തന്ത്രി ഇതിൻ്റെ അകത്തൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് അനുവാദം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടത്തിപ്പുകാരൊക്കെ ദേവസ്വം ബോർഡ് അവരതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കാര്യമൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കേടുപാടുകളുണ്ട്, മാറ്റാനുള്ള അനുവാദം തരണമെന്ന് വെച്ചാൽ നമ്മൾ അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്ത്രിക്ക് ഇതിലെന്ത് പങ്കാണുള്ളത്? അവരാണ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുമതി കൊടുക്കേണ്ടതും ഒക്കെ ദേവസ്വം ബോർഡാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അത് തന്ത്രിയുടെ ഉള്ളതല്ല. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാൻ ലെറ്റർ കൊടുക്കുന്നത്. ഔദ്യോഗികമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതിന് ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട്, അതൊന്ന് പൂശാനുവാദം തരണം. അത് നോക്കുമ്പോൾ അത് ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട് അടിഭാഗത്തൊക്കെ, അത് പൂശാവുന്നതാണെന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നാണ് ലെറ്റർ വരുന്നത്. ലെറ്ററായിട്ടാണ് ചോദിക്കുന്നത്. കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, സത്യം തെളിയും എന്നറിയാം. അതാണ് ഏതായാലും അന്വേഷിക്കേണ്ടതാണല്ലോ ഇങ്ങനത്തെ ഗുരുതരമായ ക്രമക്കേടുകൾ. ബഹുമാനപ്പെട്ട കോടതി നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നതുകൊണ്ട് അത് സത്യം തെളിയുമെന്ന് വിശ്വസിക്കുന്നു. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് തന്ത്രിയുടെ അനുവാദം ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടുള്ള സ്വർണം പൂശലാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള അനുമതി തന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു എന്നുള്ള വാദവും പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോ അന്നത്തെ ഉദ്യോഗസ്ഥർക്കോ വീഴ്ച പറ്റിയെന്നതിൽ തർക്കമൊന്നുമില്ല. എന്താണ് തന്ത്രിയുടെ വാദം? എന്തായാലും ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവൻ ഇന്നിപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡിന് വീഴ്ച വന്നിട്ടുണ്ട്. ആർക്കാണ് വീഴ്ച വന്നത് എന്നുള്ളത് കോടതി കണ്ടെത്തട്ടെ. പക്ഷെ എന്തായാലും വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രമിക്കുന്നത് എല്ലാം തന്റെ തലയിൽ കെട്ടിവെക്കാനാണ്. അതായത് എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അത് തരത്തിൽ അതിനു പുറകിൽ ആരെങ്കിലും ഒക്കെ തന്നെ കാണുമെന്നും അദ്ദേഹം പറയുന്നു. വലിയ കഷ്ടമാണ് തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഒരു തന്ത്രി മാത്രമാണ്, അതിന് ഇത്തരത്തിൽ അനുമതി തേടിയ സമയത്ത് മാത്രമാണ് താൻ ആ അനുവാദം നൽകിയത്. അതല്ലാതെ താൻ ചാടിക്കേറി ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയായിരുന്നില്ല. ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് തന്നോട് ഇത്തരത്തിൽ കത്ത് മുഖേന ഇതുമായി ബന്ധപ്പെട്ട് അനുമതി തേടി. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അനുവാദം ദേവസ്വം ബോർഡിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് തന്ത്രി പ്രതികരിക്കുന്നത്. ഒപ്പം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദൈവതുല്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സംഭവിച്ചെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും താൻ ദൈവതുല്യനല്ല എന്നുള്ളതാണ് തന്ത്രി പറയുന്നത്. താൻ തന്ത്രി മാത്രമാണ് എന്നും ഒപ്പം ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെയാണ് ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് കരുതുന്നില്ല എന്നുമാണ് അദ്ദേഹം. ശരത്ത്, അങ്ങനെ താൻ തന്ത്രി മാത്രമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? പ്രത്യേകിച്ച് ശബരിമലയിലെ സന്നിധാനത്തെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അറിവുള്ളയാളാണ് തന്ത്രി. മിക്കവാറും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത് തന്ത്രിയുമായുള്ള തീരുമാനത്തിന് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ താൻ കുറ്റക്കാരനല്ല, തനിക്കിതിൽ പങ്കില്ല എന്ന് തീർത്തും പറയാനാകുമോ തന്ത്രിക്ക്? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇതിൽ പങ്കാളികളായ ആരൊക്കെയാണ്, എന്താണ് ഇതിൽ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്നാലും പക്ഷേ തന്ത്രി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയത്. അതായത് ഇത് തന്നോട് അനുമതി തേടിയ സമയത്താണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള അനുമതി അവിടെ നിന്ന് നൽകുന്നത്. അത് നൽകുക എന്നുള്ളത് മാത്രമാണ് തന്റെ ഉത്തരവാദിത്വം. അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം അടക്കം നടത്തേണ്ടത് അത് ദേവസ്വം ബോർഡാണ്. അതിൽ തനിക്ക് പങ്കില്ല എന്നുള്ളതാണ് തന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും തന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എല്ലാം തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്നുള്ളതാണ് തന്ത്രിയുടെ പ്രതികരണം. ഓക്കെ, വ്യക്തമാണ്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.